പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹകാലത്തിന്റെ അവസാനത്തെ ആഴ്ചയിലെ അവസാന ദിവസം, അവസാന ശനിയാഴ്ചയാണിന്ന്. അതേസമയം ഇന്ന് ജൂലൈ മാസം പരിഗണിക്കുമ്പോൾ ജൂലൈ മാസത്തിന്റെ ആദ്യ ശനിയാഴ്ചയുമാണെന്ന്. നമുക്ക് ഈ ദിവസത്തെ ദൈവത്തെ കരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ പരിശുദ്ധ സുവിശേഷത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഈശോ പറയുന്നു, നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും. തിരുവചനം വായിക്കുന്നു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. ഈശോയിൽ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള വലിയ ഒരു സാധ്യതയാണ്, പ്രത്യാശയോടെ ചിന്തിക്കാനുള്ള വലിയ ഒരു അവസരമാണ് ഈ വാക്യം. ദുഃഖങ്ങളൊക്കെ അല്പകാലത്തേക്കാണ് എന്ന് ചിന്തിക്കാനുള്ള മനസ്സാണത്. ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ അതൊക്കെ അല്പകാലത്തേക്കാണെന്ന് ചിന്തിക്കാൻ ഈശോ നമ്മളെ ഇന്ന് സഹായിക്കുന്നു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മെ നിത്യകാലത്തേക്ക് സങ്കടപ്പെടുത്തുവാൻ ഒരു വിഷമത്തിനും സാധിക്കുകയില്ല എന്നാണ് ഈശോ ഈ തിരുവാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഒന്നുകിൽ ദൈവം നമ്മുടെ വിഷമങ്ങൾ എടുത്തു മാറ്റും, അല്ലെങ്കിൽ ആ സങ്കടങ്ങളെ സ്വീകരിക്കാനോ അതിലൂടെ കടന്നു പോകാനോ ഉള്ള ആത്മബലം തരും. എല്ലാ സങ്കടങ്ങളും ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതേപടി എടുത്തു മാറണമെന്നില്ല. ഈശോ കുരിശ് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ അത് മാറാനുള്ളതായിരുന്നില്ല, അത് സ്വീകരിക്കപ്പെടാൻ തന്നെ ഉള്ളതായിരുന്നു. അത് മനസ്സിലാക്കിയ ഈശോ അത് സ്വീകരിച്ചു. പക്ഷെ ആ കുരിശിൽ ഈശോയെ ഒറ്റയ്ക്ക് വിടാതെ അതിലൂടെ കടന്നു പോകാനുള്ള ശക്തി ദൈവം പിതാവ് പ്രിയപുത്രന് കൊടുക്കുന്നു എന്ന് നമ്മൾ കുരിശിലൂടെ കാണുന്നു. ചില സങ്കടങ്ങൾ നമ്മൾ കടന്നു പോകേണ്ടത് തന്നെയാണ്. ചില പരീക്ഷകൾ കുട്ടികൾ എഴുതേണ്ടതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ. പക്ഷെ അതിലൂടെ കടന്നു പോകാൻ, അതിനെ അഭിമുഖീകരിക്കാൻ, നേരിടാനുള്ള കരുത്തും ദൈവം തരുമെന്നുള്ളതാണ് നമ്മുടെ ദുഃഖം സന്തോഷമായി മാറും അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യം നമ്മുടെ ഏത് ദുഃഖവും നമുക്ക് സന്തോഷമാക്കി മാറ്റിത്തരും എന്ന് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു എന്ന് പറയുന്നു. ഈ ശ്ലീഹ കാലത്തിലൂടെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ആദ്യ ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഓർമ്മയുള്ള ദിവസം, അമ്മയെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അതിന് സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവം കൂടെയുണ്ട് എന്ന എല്ലാ അവസരത്തിലും വിചാരിച്ചുകൊണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്പകാലത്തേക്ക് മാത്രമുള്ളതാണെന്ന ബോധ്യത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.